തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വൻ തീപിടുത്തം. കഴക്കൂട്ടത്തിനടുത്തുള്ള ഫർണിച്ചർ കടയിലാണ് തീപിടുത്തമുണ്ടായത്. സാന്ത്വന സാജു സ്ഥലത്തുണ്ട്. സാന്ത്വന, തീപിടുത്തം വലിയ തീപിടുത്തം തന്നെയാണ്, ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഫർണിച്ചർ കട അകത്തന്നെ കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആളുകൾക്കൊന്നും കുഴപ്പം പറ്റിയിട്ടില്ല എന്ന് നേരത്തെ സാന്ത്വന പറഞ്ഞിരുന്നു. തീ അണയ്ക്കാനായോ അപ്പോൾ? സ്മൃതി, ഇപ്പോൾ എന്തായാലും ഈ കഴക്കൂട്ടത്തിനടുത്ത് തീപിടുത്തമുണ്ടായ ഫർണിച്ചർ കടയിലെ തീ ഏതാണ്ട് പൂർണ്ണമായും തന്നെ അണയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ വലിയ വ്യാപ്തിയുള്ള ഒരു തീപിടുത്തം തന്നെയായിരുന്നു സ്മൃതി ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ വ്യക്തമാണ് ഈ കടയിൽ ഉണ്ടായിരുന്ന അത്രയും ഫർണിച്ചർ സാധനങ്ങളും കത്തി നശിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 11 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഫയർഫോഴ്സ് അധികൃതരിൽ നിന്നും വ്യക്തമാകുന്നത്. അവർ പറയുന്നത് ഈ കടയുടെ തൊട്ട് പുറകിലായിട്ട് ഒരു ജനറേറ്റർ ഷെഡുണ്ട്. അവിടെ നിന്നാണ് ആദ്യം ഇത്തരത്തിൽ സ്പാർക്ക് ഇവിടുത്തെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ അവർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഇവിടെ കഴക്കൂട്ടം ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. പക്ഷേ ഫയർഫോഴ്സ് അധികൃതർ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ കടയുടെ മറ്റു ഭാഗങ്ങളിലേക്കും തീ പടരുകയായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, സോഫയും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് മെത്തകളും ഒക്കെയാണ് ഈ കടയുടെ പുറകിലായിട്ട് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അതിലേക്ക് തീ ആളി കത്തുകയായിരുന്നു. സോഫ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം വലിയ കട്ടിയൊന്നുമില്ല, ഒരെണ്ണത്തിൽ തീ പിടിച്ചാൽ മറ്റെല്ലാത്തിലേക്കും തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഫയർഫോഴ്സിന് എത്തുന്നതിന് മുൻപ് തന്നെ കടയിലാകെ തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിരവധി സ്റ്റാഫുകൾ ഈ സമയത്ത് കടയിൽ ഉണ്ടായിരുന്നു. കാരണം വർക്കിംഗ് ദിവസമാണ്. അവരെല്ലാവരും തന്നെ തീ പടരുന്നത് കണ്ട് കടയുടെ പുറത്തേക്ക് ഓടുകയായിരുന്നു. കടയുടെ മേൽക്കൂരയൊക്കെ പൂർണ്ണമായും തകർന്ന നിലയിലാണ് സ്മൃതി. ഇത് ഷീറ്റ് ഇട്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. പക്ഷേ അതിന് താഴെ ഈ ജിപ്സം വർക്കും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്കിവിടെ ജീവനക്കാരിൽ നിന്നും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഒരു ഫർണിച്ചർ പോലും ഇതിനകത്തുനിന്ന് ഇനി എടുത്തു മാറ്റാനില്ല. കാരണം പൂർണ്ണമായും തന്നെ എല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കഴക്കൂട്ടത്തു നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയിരുന്നെങ്കിലും അവർക്ക് തീ അണയ്ക്കുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പിന്നീട് തമ്പാനൂരിൽ നിന്നും ചാക്കയിൽ നിന്നും അടക്കം യൂണിറ്റ് വിളിച്ച് ഏതാണ്ട് 7ഓളം യൂണിറ്റുകൾ എത്തിയാണ് തീ ഒന്ന് നിലവിൽ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. തൊട്ടടുത്ത് ഒരു സൈഡിൽ മറ്റു ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് തീ പടരുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ ഫയർഫോഴ്സ് അധികൃതർ ഇങ്ങോട്ടേക്ക് എത്തി തീ അണച്ചത്. ഇപ്പോൾ എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇതൊരു കൊച്ചി സ്വദേശിയായ നൂർ എന്ന വ്യക്തിയുടെയാണ് ഈ കട എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ജീവനക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം അവിടെ നിന്ന് ഈ വിവരം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കടയിലെ പൂർണ്ണമായും സാധനങ്ങളെല്ലാം തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. വൻ തീപിടുത്തം എന്ന് തന്നെ പറയണം സ്മൃതി. അത്രയും വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ജനറേറ്റർ റൂമിനടുത്താണ് നിൽക്കുന്നത്. തന്നെ മുഴുവൻ തന്നെ കത്തി നശിച്ചിരിക്കുക എന്നുള്ളതാണ് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായിരിക്കുന്ന സംഭവം തന്നെയാണ്. അതിന്റെ ഉടമ അവിടേക്ക് എത്തുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. സാന്ത്വന സാജുവാണ് വിവരങ്ങൾ നൽകിയത്. അന്തിക്കാട് കവർച്ച കേസിൽ പ്രതികൾ സഞ്ചരിച്ച ഇന്നോവ കാർ